നമ്മളെ മഅദിൻ സ്ഥാപനം കാണുന്നില്ലേ നിങ്ങൾ? എന്താണ് ആ സ്ഥാപനത്തിന്റെ ബർക്കത്ത്? അതിന്റെ ബർക്കത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അതിന്റെ തൊട്ടടുത്തൊരു സ്ഥലത്ത് ദർസ് നടത്തുകയായിരുന്നു. ആ ദർസ് നടത്തുന്ന സമയത്ത് ബിദ്അത്തിന് അംഗീകാരം കൊടുക്കണം എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടപ്പോൾ, വിഷയം ഞാൻ പറയുന്നില്ല, അതിന് തങ്ങളവറുകൾ തയ്യാറായില്ല. അപ്പോൾ തങ്ങളവറുകൾ അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. അന്ന് തങ്ങളവറുകൾ അതിന്റെ തൊട്ടടുത്ത് പുനഃസ്ഥാപിക്കുമ്പോൾ അന്ന് ഏകദേശം 1 മണിക്കൂറോ അതിലധികമോ പ്രസംഗിച്ചവനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയായിരുന്നു. ബദ്റു സാദാത്ത് തങ്ങളവറുകൾ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്ക് വേണ്ടിയായിരുന്നു. അവിടുന്ന് ആ സമയത്ത് ജോലി നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുന്നത് ചിന്തിക്കാതെ ഇറങ്ങിയത്. അതിന്റെ ബറക്കത്താണ് മഅദിൻ സ്ഥാപനത്തിനുണ്ടായത്. ഇതുപോലെ എവിടെയും സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ആലിമീങ്ങൾ ആ രംഗത്ത് ആ ഭാഗത്ത് ഉറച്ചു നിന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന്റെ ബറക്കത്ത് അത് വളരെ വലുതായിരിക്കും, യാതൊരു സംശയവുമില്ല. ഫൈന ദഅവതുഹും തുഹീതു മിൻ വറാഇഹിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചാൽ ആ സുന്നത്ത് ജമാഅത്തിൽ ഉള്ള സഹാബത്ത് മുതൽക്ക് അയിമ്മത്തുകൾ, സാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ആലിമീങ്ങൾ, സാദാത്തുക്കൾ, എല്ലാ മഹാന്മാരുടെയും എല്ലാ മുഅ്മിനീങ്ങളുടെയും ദുആ സംരക്ഷണത്തിനുണ്ടാകും എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കിതാബ് റിസാലയിലെ ഹദീസ് ഉദ്ധരിക്കുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നു. അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ, രോഗമുള്ളവർക്ക് ശിഫ നൽകട്ടെ. അതെന്താണ്? അത് 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒറ്റ പള്ളിയില്ല, മദ്രസയില്ല. കുറ്റ്യാടിയിലും പരിസരങ്ങളിലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആരുമില്ല. ഒരാള് ശമ്പളം തരാനില്ല, ഒരാൾ ക്ഷണിക്കാനില്ല, സംഘടിപ്പിക്കാനില്ല. ഇന്ന് വരെ ഈ 5 വയസ്സ് എനിക്കാരും ശമ്പളം തന്നിട്ടില്ല, അതുകൊണ്ട് വാങ്ങിയിട്ടില്ല, എടുത്തിട്ടില്ല. അൽഹംദുലില്ലാ. അവിടെ സിറാജുൽ ഹുദ സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങിയത് ഒരു ഓല ഷെഡിലാണ്. പടച്ചവന്റെ മേൽ തവക്കുലാക്കി. അന്ന് ബഹുമാനപ്പെട്ട മർഹൂം അണ്ടോണ ഉസ്താദ് ആ ഷെഡിൽ ദർസും മദ്രസയും ഒക്കെ നടക്കുമ്പോൾ ഒരു ദിവസം വന്നു. അവിടെ എന്നെ ശക്തിപ്പെടുത്താൻ വന്നതാണ്. അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഒരു സൂപ്പിക്കാന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തോട് അണ്ടോണ ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊക്കെ ശരിക്കും സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് നിങ്ങളൊക്കെ സജീവമായി ഇതിലുണ്ടാകണോന്ന് പറഞ്ഞു. അപ്പൊ ഈ സൂപ്പിക്ക പറഞ്ഞ്, ജീവിക്കണ്ടേ ഉസ്താദേ എന്ന് ചോദിച്ചു. ജീവിക്കേണ്ട ഉസ്താദേ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ നിന്നാ ജീവിക്കാൻ ബുദ്ധിമുട്ടാവും കുറ്റിയാടിയിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് നമ്മളോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല, ജീവിക്കേണ്ട ഉസ്താദേ എന്ന്. ഉടനെ അണ്ടോണ ഉസ്താദ് അങ്ങോട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മരിക്കേണ്ട കാക്ക എന്നാണ്. അണ്ടോണ ഉസ്താദിന്റെ ആ തീവ്രമായ ശൈലിയിലാ പറഞ്ഞു, മരിക്കേണ്ട കാക്ക എന്നാണ് തിരിച്ചു ചോദിച്ചത്. അപ്പൊ നമ്മൾ ദുനിയാവിൽ ജീവിക്കണോ എന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് ദുനിയാവിന്ന് മരിക്കേണ്ടതുണ്ട് എന്നാണ് ആലോചിക്കേണ്ടത്. മരിച്ചതിന് ശേഷം ജീവിതമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടായിരിക്കണം നമ്മളെ ഏത് വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും. എന്നാൽ ഇന്നക ലാ തഖ്ദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും, എല്ലാവരെയും തൃപ്തിപ്പെടുത്താനൊന്നും നിന്നെ കൊണ്ട് കഴിയൂല. ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ വാക്കാണ്, ഇന്നക ലാ തഖ്ദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും ഫഅസ്ലിഹ് മാ ബൈനക വബൈന അല്ലാഹ് സുമ്മ ലാ തുബാലി ബിന്നാസ്. നിന്റെയും അല്ലാഹുവിന്റെയും ഇടക്കുള്ള വിഷയം നീ നന്നാക്കി വെക്കണം. സുമ്മ ലാ തുബാലി ബിന്നാസ്, പിന്നെ ജനങ്ങളെ നീ വില വെക്കണ്ട. ജനങ്ങളൊക്കെ നിന്നെ പുകഴ്ത്തി പൊക്കി പറഞ്ഞാൽ നീ ഒരല്പവും പൊങ്ങണ്ട. നീ അല്ലാഹുവിന്റെ ഒരു അടിമയാണ്, നീ പൊങ്ങാനൊന്നുള്ളതല്ല. എല്ലാവരും കൂടി നിന്നെ കുറ്റം പറഞ്ഞാൽ നീ ഒരല്പവും അതിൽ ടെൻഷൻ അടിക്കുകയും വേണ്ട. കാരണം ഇവിടെ കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഈ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ടായിരിക്കണം നമ്മളെല്ലാവരുടെയും എല്ലാ പ്രവർത്തനങ്ങളും എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ഈ മഹത്തായ ഈ ശഅബാൻ മാസത്തിൽ ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണം റഹ്മാനെ.